രാവിലെ എന്തുണ്ട് വിശേഷം അല്ലേ? ശക്തമായ മഴ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ എല്ലാ ഭാഗത്തും മഴയില്ലേ? ഇവിടെയൊക്കെ നല്ല ശക്തമായ മഴയാണ്. രാവിലെ പിള്ളേർ സ്കൂളിൽ പോവുക, ആ ചടങ്ങ് നിർവഹിക്കുമ്പം തന്നെ മഴ തുടങ്ങി. അത് ശക്തമാണ്. പിന്നെ ഇനി മഴയെ കുറ്റം പറയാൻ പറ്റത്തില്ല. വളരെ നാൾ ആഗ്രഹിച്ചിരുന്ന മഴയായിരുന്നു. ചൂട് സമയത്ത് ചൂടിനെ കുറ്റം പറയും, മഴ സമയത്ത് മഴയെ കുറ്റം പറയും. അത് നമ്മുടെ സർവ്വസാധാരണയാണ്. അത് അതിൻ്റെ വഴിക്കങ്ങ് വിടുക. അപ്പം ഇതിനിടയിൽ നമ്മുടെ ദൃശ്യം 3 കേരള കളക്ഷൻ അറിയാനുള്ള ഭയങ്കര താല്പര്യം. വേൾഡ് വൈഡ് കളക്ഷനും കേരള കളക്ഷനും ഇന്ത്യ ഗ്രൂപ്പും ഒക്കെ അറിയാനുള്ള താല്പര്യമുണ്ട്. എന്നാലും കേരള കളക്ഷൻ രാവിലെ തന്നെ നമുക്കൊന്ന് നോക്കാം. ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 1 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇന്നലത്തെ കളക്ഷൻ. 1,20,00,000 കേരളത്തിൽ നിന്ന് 14ാമത്തെ ദിവസമായി ഇന്നലെ കളക്ട് ചെയ്തത്. മികച്ച രീതിയിലുള്ള കളക്ഷൻ. 1 കോടിക്ക് താഴെ ഇത്രയും നാളായിട്ടും പോയിട്ടില്ല എന്നുള്ളതാണ് ഈ ദൃശ്യം 3യുടെ ഒരു പ്രത്യേകത. അങ്ങനെ ദൃശ്യം 3 81 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 81 കോടി 5 ലക്ഷം രൂപയാണ് കേരള കളക്ഷൻ. അങ്ങനെ ദൃശ്യം 100 കോടിയിലേക്ക് പടിപടിയായിട്ട് ചവിട്ടിക്കയറുകയാണ്. വളരെ സാവധാനമാണ് പോകുന്നത്. അത് 100 കോടി എത്തുമോ, അതിന് മുമ്പേ തളർന്ന് വീഴുമോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ? ശനിയും ഞായറും എനിക്ക് തോന്നുന്നു വളരെ നിർണായകമായ ദിവസമാണ്. ഏതായാലും നോക്കാം, കാണാം അല്ലേ? ഇങ്ങനെ ടിക്കറ്റ് ബുക്കിംഗ്, ഇന്നലത്തെ ടിക്കറ്റ് ബുക്കിംഗ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 30,230 ടിക്കറ്റാണ് 24 മണിക്കൂർ കൊണ്ട് വിറ്റുമാറിയത്. മികച്ച രീതിയിലുള്ള ബുക്കിംഗാണ്. കാരണം ഒരു മലയാള സിനിമയ്ക്കും ഇപ്പം ബുക്ക് മൈ ഷോയിലുള്ള ഒറ്റ മലയാള സിനിമയ്ക്കും ഈ രീതിയിലുള്ള ബുക്കിംഗ് ഇല്ല. ആ രീതി തന്നെയാണ് ദൃശ്യത്തിൻ്റെ ബുക്കിംഗ് നടക്കുന്നത്. ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ ദൃശ്യം 3 മാറുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും 1000-2000 ടിക്കറ്റ് മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട്. 14ാമത്തെ ദിവസവും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ? മഴയും സ്കൂൾ തുറപ്പും ഒക്കെ ദൃശ്യത്തെ ഇനിയും ബാധിക്കാം. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കളക്ഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കാം. എന്തായാലും കളക്ഷൻ കുറഞ്ഞു തുടങ്ങി. ഇനിയും എത്രമേൽ പോകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനുവേണ്ടി കാത്തിരിക്കാം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.